കൊട്ടിക്കലാശം കഴിയുമ്പോൾ ഇനി നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ മൂന്ന് മുന്നണികളുടെയും മനസ്സിൽ കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു ഭരണ മാറ്റം എന്ന രീതിയിലേക്ക് പൂർണ്ണമായിട്ടും പറയുന്ന അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സർവേ ഫലങ്ങളും മറ്റുമാണ്. അത് താങ്കളും സമ്മതിക്കുന്നതാണല്ലോ അല്ലേ? അല്ല, ഞാൻ ആദ്യമേ തന്നെ അതിനെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഭരിക്കുന്ന ഒരു മുന്നണിയെ, അതും പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് മുന്നണിയെ PR വർക്ക് വഴി മറ്റേ വെളുപ്പിക്കുന്ന ഒരു അത്യപൂർവ സ്വഭാവം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ അതിലേക്ക് പോകുന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് 10 വർഷം അധികാരത്തിലിരുന്ന ഒരു മുന്നണിക്ക് നേരിട്ട് ജനങ്ങളോട് ഇറങ്ങിച്ചെന്ന് കാര്യം പറയാൻ പറ്റാതെ പോയത്? എന്തിനാണ് അവര് ഒരു പരസഹായം, ഞങ്ങളെ ഒന്ന് മുന്നോട്ട് നയിക്കാൻ, ഞങ്ങളെ ഒന്ന് പൊക്കിപ്പിടിക്കാൻ ഒരു കൂട്ടര് വേണം, പുറത്തുള്ളൊരു കൂട്ടര് വേണം എന്തുകൊണ്ടാണ് അവർ ചിന്തിക്കാൻ കാരണം? അത് അവരുടെ ഭരണപരാജയമായിട്ട് സമൂഹം കണക്കാക്കുന്നു. ഇവിടെ കഴിഞ്ഞ ഡിസംബറിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അന്നുണ്ടായ ജനവിധി അമ്പരപ്പിക്കുന്നതായിരുന്നു. UDF ഞെട്ടിപ്പിക്കുന്ന വിജയം തന്നെ സമ്മാനിച്ചു. LDF ആണെങ്കിൽ ഏതാണ്ട് തൂത്ത് ഇല്ലാതായ പോലെയായി ആ ഘട്ടത്തില്. അന്നൊരു ഒരുപാട് ദിവസം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരുന്നു. എങ്ങനെ തോറ്റു എന്നവർ കൃത്യമായിട്ട് അഭിപ്രായം പറയാതെ കുറെ കാലം അവർ മൗനിയായിട്ടിരുന്നു. അതിനു മുമ്പുള്ള മറ്റേ ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഭരണം മാറണം, ഒരു പുതിയ ടീം വരണം. അത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആ വിത്ത് വീണ്ടും കുറെ കാലമായി. ഭരണം ഒന്നും മാറണം. 10 വർഷത്തെ ഭരണത്തില് അവർ പറഞ്ഞൊന്നും അല്ല നടപ്പായത്. അത് മാത്രമല്ല, സ്വസ്ഥമായ ഒരു ജീവിതം, ജനജീവിതം കേരളത്തിൽ നഷ്ടപ്പെടുന്ന ഒരു തോന്നൽ വന്നു. ഒരുപാട് വിഷയങ്ങളില്ല, കോളേജുകളിലെ റാഗിങ്ങിന്റെ ആണെങ്കിലും, അതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റേ അതിക്രമങ്ങളിലായാലും, തിരിച്ച് പോലീസിന്റെ കഴുത്തെ കയറി പിടിക്കുന്ന ഭരണാനുകൂല ആളുകളുടെ ആണെങ്കിലും, അങ്ങനെ എല്ലാ വിഭാഗത്തിലും സർക്കാർ ജീവനക്കാര്, പെൻഷൻകാര്, അതുപോലെ ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുക, വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങള്, ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ, നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ രീതിയിൽ ചർച്ചയായില്ല എന്നതാണ്. അവിടെ എതിരാളികളെ നേർക്കുനേർ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ടായി. വർഗീയ ശക്തികളെ തള്ളിപ്പറയാത്ത രീതിയിലുള്ള, പൂർണ്ണമായിട്ടും തള്ളിപ്പറയാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലും ചർച്ചയായത്. പിന്നെ ഡീൽ എന്നുള്ള ആരോപണം വന്നു. കുറച്ച് സമയമേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗം നോക്കുമ്പോഴാണ് അങ്ങനെ ഒരു വലിയൊരു തരംഗം UDF അനുകൂലമായി ഇല്ലല്ലോ എന്നുള്ള സംശയം വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അത് പ്രത്യക്ഷത്തിലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ അതാണ്, പ്രത്യക്ഷത്തിലാണ്. കാരണം എന്താണ്, ഇഞ്ചോടിഞ്ച് മത്സരം എന്നൊരു പ്രതീതി സൃഷ്ടിച്ച്. എന്തിനാ അത് സൃഷ്ടിച്ചതെന്ന് എനിക്കറിയില്ല. അതായത് LDF UDF ഒപ്പത്തിനൊപ്പമാണ്. മാത്രമല്ല LDF ഒരുപടി മുന്നിലാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു 72 സീറ്റ് UDF കൊടുക്കുക. നമ്മൾ ഈ സർവേ പറഞ്ഞ ഒരു 72 സീറ്റ് UDF, ഒരു 74 LDF. അപ്പൊ 2 കൂട്ടരും ജയിച്ചു, 2 കൂട്ടരെ സൂചിപ്പിച്ചു, പ്രശ്നമില്ല. LDF പിന്നാക്കം പോയി എന്ന് പറയില്ല. എന്നാൽ സത്യാവസ്ഥ പറയാതിരിക്കാനും പറ്റില്ല, UDF ആണ് ജയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് UDF ജയിപ്പിക്കുന്നത്. ഇങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ നടത്തിയത്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം അത് കൃത്യമായിട്ട് ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ശ്രീ മഞ്ജുഷ പറഞ്ഞ ഒരു കാര്യം ശരിയാ, ഇത് പരസ്യമായി ചർച്ചയില്ല, പ്രത്യക്ഷത്തിൽ ചർച്ചയില്ല. പക്ഷെ ജനങ്ങൾ ചർച്ച ചെയ്തു. നാട്ടിൻപുറത്തുള്ള ജനങ്ങള് സ്വകാര്യ ചർച്ചകളിൽ അവരുടെ മനസ്സിൽ അവരിത് രൂപപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ രൂപപ്പെടുത്തിയത് കൊണ്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കാനായിട്ട് ഇന്നലെ വേണ്ടി വന്നത്. എന്താ ഇന്നലെ ഞാൻ പറയാൻ കാരണം എന്താ, ഒരാഴ്ച മുമ്പ് ഇറക്കിയിരുന്നെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നു. ഇന്നലെ ഇറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്നാണ് ആളുകളുടെ കയ്യിൽ കിട്ടുക മിക്കവാറും. ഇന്ന് പരസ്യ പ്രചാരണം കഴിഞ്ഞു, നാളെ പ്രചാരണവും ഇല്ല. അപ്പൊ ചർച്ചയായില്ല പ്രോഗ്രസ് റിപ്പോർട്ട്. അപ്പൊ നമ്മളെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്താണ്, 900 വാഗ്ദാനങ്ങൾ, അതിലെത്ര 877 എത്രയോ നടപ്പാക്കി. അത് ചിലത് നടപ്പാക്കി വരുന്നു. പക്ഷെ നടപ്പാക്കി എന്നവർ പറഞ്ഞത് എന്താണ്, 8 9 കാര്യങ്ങളുള്ളൂ. ഒറ്റ ചോദ്യം അവരോട് ചോദിക്കുന്നുള്ളൂ, നിങ്ങളുടെ പ്രധാനപ്പെട്ട, നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു പറഞ്ഞ, നിങ്ങൾ ജനങ്ങൾക്ക് നൽകിയ പ്രധാനമായ വാഗ്ദാനം എന്തായിരുന്നു? സെസ് പിരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ വാഗ്ദാനം എന്തായിരുന്നു? ക്ഷേമ പെൻഷൻ കൂട്ടും. 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന പറഞ്ഞവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ 500 രൂപ കൂട്ടി 2000 ആക്കി. അടുത്തത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കുന്നു പറഞ്ഞു, ഏപ്രിലിന് മുമ്പ് കൊടുക്കുന്നു പറഞ്ഞു. കൊടുത്തില്ലല്ലോ. എന്നിട്ട് അവർ പറയാണ് ഞങ്ങൾ വീണ്ടും വന്നാൽ 3000 തരാമെന്ന്. ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പൊ ആ പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുമോ? അവിടെ ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ പരസ്യമായി മാത്രമേ പറയുന്നുള്ളൂ,
ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്താ, വയനാട് തുരങ്കപാത ഈ ഗവൺമെന്റ് പൂർത്തിയാക്കുന്നതായിരുന്നു 2021 പറഞ്ഞത്. പാറ പൊട്ടിക്കുന്ന ഉദ്ഘാടനമേ നടന്നിട്ടുള്ളൂ, രണ്ടാമത്തെ ഉദ്ഘാടനം, അത് പൊളിഞ്ഞു പോയോ? പിന്നെ ഓരോ കാര്യങ്ങൾ എടുത്താലും ഞാനത് എല്ലാം വിശദമായി പറയുന്നില്ല. തൊഴില് 2-3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. തൊഴില് 20 ലക്ഷം പേർക്ക് 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു പറഞ്ഞു. എത്ര കൊടുത്തു? PSC നിയമനം ഉണ്ടോ? അവര് പറഞ്ഞു 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞു. PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം കണ്ടില്ലേ? കയ്യിൽ കർപ്പൂരം കത്തിച്ചിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ലിസ്റ്റ് പുറത്തു വരാത്തതിനെ മുട്ടിലെഴുതി നമ്മൾ കണ്ടില്ലേ? എത്ര സമരം കണ്ടു? ആശാ സമരം 700 രൂപ ആക്കെന്ന് പറഞ്ഞവര് 2021 കൊടുത്തോ? 300 രൂപ ഇപ്പഴേ സമരം ചെയ്തപ്പോഴല്ലേ 100. എത്ര ദിവസം സമരം ചെയ്തു? കൊടുത്തോ ആശാ വർക്കർമാർക്ക്? അപ്പൊ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പ്രോഗ്രസ് റിപ്പോർട്ട് പോലും ചർച്ചയാക്കാൻ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഒരു മുഖ്യമന്ത്രിക്ക് ചേരാത്ത പദപ്രയോഗം ഉപയോഗിച്ച് അന്യസംസ്ഥാന മുഖ്യമന്ത്രിയെ ആക്രമിച്ചു. ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് അത് പ്രകടമാകുമായിരുന്നു. ശരിയാണ് ശ്രീ എം ജയചന്ദ്രൻ. അത് മാത്രമല്ല, അതിനുശേഷം പിന്നെ ഒരു റിലീസ് ഇറക്കിക്കൊണ്ട് തെലങ്കാന മുഖ്യമന്ത്രിക്ക് ഒരു മറുപടിയും നൽകുകയാണ് ശ്രീ പിണറായി വിജയൻ. ഇത് ആത്മവിശ്വാസക്കുറവിനെയാണല്ലോ കാണിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.